വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ 9 മണിക്കൂർ പിന്നിടുകയാണ് ഒരു നഗരപ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ട്. ഇപ്പോൾ അവിടേക്ക് കുങ്കിയാനകളെ വനംവകുപ്പിന്റെ തന്നെ ഏറ്റവും ഫലപ്രദമായി ഇതിനു മുൻപ് മിഷനുകളിൽ PT-7 PM2 ഉൾപ്പെടെയുള്ള മിഷനുകളിൽ ഉപയോഗിച്ചിട്ടുള്ള വിക്രം, സൂര്യ എന്നീ 2 മുന്തിയ കുങ്കിയാനകളെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡാർട്ട് ചെയ്യുന്നതിനുള്ള സംഘം, അതായത് മയക്കുവെടി വെക്കുന്നതിനുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിടുന്നുണ്ടോ ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിൽ? ഇല്ല, ഇതുവരെ താങ്കൾ തന്നെ വിശദീകരിച്ചതുപോലെ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം തൊട്ട് ആനയുടെ സാന്നിധ്യം മൂലം ഭയപ്പാടിലായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ നടപടികളും ഓരോന്നായാണ്. ആദ്യം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് സേനയും ചേർന്ന് ആനയെ തുരത്താൻ കഴിയുമെന്ന് പരീക്ഷിച്ചു നോക്കി. ആ വേണ്ടത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആ ശ്രമം തുടർന്നത്. കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടും ഫലപ്രദമായി ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഇത് കർണാടക വനവുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥതയിലുള്ള ഒരു ആനയാണെന്നാണ് കോളർ ഐഡിയയിൽ എടുപ്പിച്ച് നേരത്തെ കർണാടക വനവകുപ്പ് പിടിച്ച് ബന്ദിപ്പൂർ കാട്ടിലേക്ക് അയച്ചതാണെന്നാണ് കിട്ടിയ വിവരം. അപ്പോൾ എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്ന് നമ്മൾ കർണാടകയുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളെ ഭീതിയിലാർത്തുന്ന സംഭവത്തിൽ നിന്നും ആനയെ വനം വകുപ്പ് പിടിച്ച് മയക്കുവെടി വെച്ച് പിടിച്ച് വേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യാനുള്ള ഉത്തരവ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജാഗ്രതയോടുകൂടെ പ്രവർത്തനം നടക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ അതിന് പല ഘടകങ്ങളുമുണ്ട്. ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല, അനുയോജ്യമായ സ്ഥലം എത്തണം, കൂട് കൊണ്ടുവരണം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. മിനിസ്റ്റർ, അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും മയക്കുവെടി വെക്കാം ഈ നിമിഷം മുതൽ? മിനിസ്റ്റർ കേൾക്കാമെങ്കിൽ ഇപ്പോൾ മുതൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ് നമ്മളോട് സംസാരിച്ചത്. മയക്കുവെടി വെക്കാൻ വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. എന്തായാലും ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷവും വേണമെങ്കിലും മയക്കുവെടി വെക്കാനുള്ള ആ ദൗത്യം ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദൃശ്യങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കാണാൻ സാധിക്കും. മിനിസ്റ്റർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പൊതുജനങ്ങളെ ആ ഭാഗത്ത് പരിസരങ്ങളിൽ കാണുന്നുണ്ട്. നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ പോലും ഒരു കൗതുകത്തിന് ഈ ആനയെ കാണുന്നതിനും ചിത്രങ്ങൾ എടുക്കുന്നതിനും ഈ ദൗത്യം നേരിട്ട് കാണുന്നതിനും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അപകടകരമായ ഒരു സാഹചര്യമാണ്. കാരണം മയക്കുവെടി വെച്ചാൽ അതിനുശേഷം ഈ ആന മയങ്ങുന്നതിന് വേണ്ടി കുറച്ചധികം സമയമെടുക്കും. അതിനൊരു നിശ്ചിത സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ആന പരിഭ്രാന്തനായി ഓടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആളുകൾ കൂടി നിൽക്കുന്നത് ഉൾപ്പെടെ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ ഉള്ള സാഹചര്യമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആളുകളോട് ഈ പരിസരങ്ങളിൽ എത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്.